ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 43-ാമത്തെ ശ്ലോകം നോക്കാം. ഏകസ്മിന്നപി യാദേബ്ധേ പ്രാണേശം ചാന്തരാത്മനഃ കൃഷ്ണമായാഹതാ രാജൻ ക്ഷണാർത്ഥം മേനിരേർഭകാഃ. ഇവിടെ ഭഗവാന്റെ ആ ഒരു മായയെ ഒന്നുകൂടി വ്യക്തമാക്കി തരികയാണ്. ഈ ഒരു വത്സസ്തേയം ലീലയിൽ ഭഗവാൻ ആടിയ ഒരു മായ, അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. ഏകസ്മിന്നപി യാദേബ്ധേ, ഏകസ്മിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അബ്ദേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം. ഏകസ്മിൻ അപി, അതായത് അപി എന്നാൽ കഴിഞ്ഞാലും, അതൊക്കെ കഴിഞ്ഞു. എന്താ യാദേബ്ധേ, യാദേ അബ്ദേ, യാദ എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാലും, അബ്ദേ ഒരു വർഷം, ഏകദേശം ഒരു വർഷം കഴിഞ്ഞാലും, അതായത് ഈ ഒരു വത്സസ്തേയം എന്ന ലീല ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാന്റെ ഗോപബാലന്മാരെയും കൂട്ടുകാരെയും അതേപോലെ ഈ പശുക്കുട്ടികളെയും ഒക്കെ ബ്രഹ്മാവ് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഭൂമിയിൽ. പ്രാണേശം ചാന്തരാത്മന, പ്രാണേശം തൻ്റെ പ്രാണൻ്റെയും ഈശനായിരിക്കുന്ന നാഥനായിരിക്കുന്ന ചാന്തരാത്മന ച അന്തരാത്മന, അന്തര എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ആ കൃഷ്ണനെ, തങ്ങളുടെയൊക്കെ പ്രാണനും ഈശനായിരിക്കുന്ന നാഥനായിരിക്കുന്ന ആ കൃഷ്ണനെ കൂടാതെ, ആത്മന എന്ന് പറഞ്ഞാൽ തൻ്റെ, ഈ കുട്ടികൾക്കൊക്കെ തങ്ങളുടെ ആ ഒരു പ്രാണനാഥനായ കൃഷ്ണനെ കൂടാതെ കൃഷ്ണമായാഹതാരാജൻ. അപ്പോൾ ഇവിടെ കൃഷ്ണനെ കൂടാതെ അവർ ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ, സത്യലോകത്തിൽ പോയിട്ട് ഭൂമിയിൽ ഒരു വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും കൃഷ്ണമായാഹതാരാജൻ, രാജൻ അല്ലയോ രാജാവേ, അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, കൃഷ്ണമായാഹത ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവരായിട്ട് അവർക്ക് ക്ഷണാർത്ഥം, ഒരു ക്ഷണകാലത്തിൻ്റെ പകുതി എന്ന പോലെ, ഒരു ക്ഷണനേരത്തിൻ്റെ പകുതി എന്നതുപോലെയാണ് അവർക്കവിടെ മേനിരേ അർഭക, മേനിരേ അർഭക, അർഭക എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക്, ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ആ കുട്ടികൾക്ക് ഭൂമിയിൽ ഒരു വർഷക്കാലം കഴിഞ്ഞുവെങ്കിലും ആ കുട്ടികൾക്ക് അങ്ങനെയല്ല തോന്നിയത്. അത് ക്ഷണാർത്ഥമായിട്ടാണ്, ഒരു ക്ഷണനേരത്തിൻ്റെ പകുതി സമയമേ ആയിട്ടുള്ളൂ എന്നാണ് കുട്ടികൾക്ക് മേനിരെ മനനം ചെയ്തു, അഥവാ അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. ഇത് ഭഗവാന്റെ ഒരു മായയാണ്. സാധാരണ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുപിരിഞ്ഞാൽ അന്നേരം ഓരോ നിമിഷത്തിനും ഓരോ വർഷത്തിൻ്റെ അല്ലെങ്കിൽ അനേകം സംവത്സരങ്ങളുടെ, ഓരോ യുഗത്തിൻ്റെയൊക്കെ വലിപ്പം തോന്നിക്കും, നമുക്ക് ദീർഘം തോന്നിക്കും. ആ ഒരു ദൈർഘ്യത്തെ ഇല്ലാതെ ആക്കിയിട്ട് ഭഗവാൻ നോക്കൂ, സത്യലോകത്തിൽ കഴിഞ്ഞ ഈ കുട്ടികൾക്കൊക്കെ തോന്നിയത് ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഒരു ക്ഷണനേരത്തിൻ്റെ പകുതി സമയമേ ആയിട്ടുള്ളൂ എന്നാണ് തോന്നിയത് അത്രേ. ബ്രഹ്മാവ് തൻ്റെ മായ കൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി എങ്കിലും, ആ പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും കൊണ്ടുപോയി എങ്കിലും ഭഗവാന്റെ മായയാണ് അവിടെ വർത്തിച്ചത് അവരോടൊപ്പം. അപ്പോഴും അവരുടെ ഉള്ളിൽ പ്രാണന്റെ നാഥനായിരുന്ന ഭഗവാൻ അപ്പോഴും അവരെ കൈവിട്ടില്ല. അവർക്കൊരു സങ്കടവും ഉണ്ടാകരുത് ഭഗവാന്റെ മായ കൊണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ക്ഷണനേരത്തിൻ്റെ പകുതി സമയമായിട്ടാണ് ആ കാലയളവ് അനുഭവപ്പെട്ടത്. കാലസ്വരൂപനായ ഭഗവാൻ കാലം കൊണ്ട് മായാജാലം കാട്ടി അവരെ ആ മോഹിപ്പിച്ചവിടെ നിർത്തിക്കളഞ്ഞു. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ഈ കുട്ടികൾക്ക് അങ്ങനെ തോന്നാതെ ഇരുന്നില്ലേ? അതും
ഭഗവാന്റെ മായയാണ്. നോക്കൂ, ഭഗവാന്റെ മായയെ എത്ര മനോഹരമായിട്ടാണ് ആ ഒരൊറ്റ ശ്ലോകം കൊണ്ട് തന്നെ ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മാവിൻ്റെ മായയ്ക്കതീതമായി ഭഗവാന്റെ മായ വർത്തിക്കുകയും ഒപ്പം താൻ മാത്രമാണ് പതിയെന്നും താൻ മാത്രമാണ് നാഥനെന്നും വിശ്വസിച്ചിരുന്ന ആ കുട്ടികളെ ഒരു തരത്തിലും അല്പം പോലും വേദനിപ്പിക്കാതെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഭഗവാൻ കൈക്കുമ്പിളിനുള്ളിൽ അവരെ അങ്ങനെ താങ്ങി നിർത്തി. വേദനിക്കുവാൻ വിട്ടില്ല, അവരെ സങ്കടപ്പെടുവാൻ വിട്ടില്ല. തൻ്റെ മായ കൊണ്ട് മോഹിപ്പിച്ച് അവരെ സുരക്ഷിതരാക്കി, സന്തുഷ്ടരാക്കി നിർത്തി. ഇതൊക്കെ അല്ലയോ രാജാവേ ഭഗവാന്റെ മായയല്ലാതെ എന്താണ്? ഭഗവാന്റെ മായയ്ക്കല്ലേ ഇങ്ങനെ വർത്തിക്കുവാൻ കഴിയൂ? താൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതുന്നവരെ കൈവിടാതെ എന്നും ചേർത്ത് നിർത്താൻ, തൻ്റെ കൈക്കുമ്പിളിനുള്ളിൽ സുരക്ഷിതരാക്കി വെക്കാൻ ആ ഭഗവാന് മാത്രമല്ലേ കഴിയൂ? ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു പക്ഷേ ഈ ഒരു വർഷക്കാലം എങ്ങനെയാണ് ഇങ്ങനെ ആ കുട്ടികൾ എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ ശ്രീശുക മഹർഷി പറഞ്ഞു കൊടുത്തു, ഇത് ഭഗവാന്റെ മായയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകസ്മിന്നപി യാദേബ്ദേ പ്രാണേശ്യം ചാന്തരാത്മന കൃഷ്ണമായാഹ താരാജൻ ക്ഷണാർത്ഥം മേനിരേർഭകാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏകസ്മിന്നപി, അവിടെ ഏകസ്മിൻ അപിയാണ്. ന എന്ന അക്ഷരം കൂട്ടക്ഷരമാണ്. ഒപ്പം അകാരവും കൂടി കൊടുത്തു വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ യാദേബ്ദേ, യാദേ അബ്ദയാണ്. അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ എകാരം നീട്ടിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ചാന്തരാത്മന, അവിടെ ച അന്തര ആത്മനാണ്. അതുകൊണ്ട് തന്നെ അകാരം രണ്ട് വിശ്ലേഷണം വരുന്നുണ്ട്. അകാരം നന്നായി നീട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മേനിരേർഭക, അവിടെയും മേനിരേ അർഭക ആണ്. വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക. അതുപോലെ അർഭക, അവിടെ കായുടെ ദീർഘവുമുണ്ട്, വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 44-ാമത്തെ ശ്ലോകമാണ്. കിം കിം ന വിസ്മരന്തീഹ മായാമോഹിതചേതസ യന്മോഹിതം ജഗത് സർവമഭീക്ഷ്ണം വിസ്മൃതാത്മകം. കിം കിം ന വിസ്മരന്തീഹ, കിം കിം എന്താണ്, എന്തൊക്കെയാണ്, എന്തെന്താണ്, ന വിസ്മരന്തി ഇഹ, ന വിസ്മരന്തി മറക്കുന്നില്ല, ഇഹ എന്ന് പറഞ്ഞാൽ ഈ മായാമോഹിത ചേതസ്, മായയാൽ മോഹിപ്പിക്കപ്പെട്ട ചേതസ്സോടു കൂടിയവർ, അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ എന്തെന്തിനെയൊക്കെയാണ് മറക്കാത്തത്, അല്ലെങ്കിൽ എന്തെന്തിനെയൊക്കെ മറക്കുന്നില്ല. കാരണം സ്വയം തന്നെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ആ കുട്ടികളുടെ കാര്യം കൊണ്ട് നമുക്കറിയാം, പശുക്കുട്ടികളും ഗോപക്കുട്ടികളും ഒക്കെ ബ്രഹ്മലോകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ മായയാൽ ഒക്കെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സത്യം മുഴുവൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ബോധമണ്ഡലത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വർഷം ഒരു ക്ഷണാർത്ഥമായി അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ മായയാൽ മോഹിപ്പിക്കപ്പെട്ട ചേതസ്സോടു കൂടിയവർ എന്തെന്തിനെ മറക്കുന്നില്ല ഈ ലോകത്തിൽ. യന്മോഹിതം ജഗത് സർവമഭീക്ഷ്ണം, യന്മോഹിതം യാതൊന്നിനാൽ മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ജഗത് സർവമഭീക്ഷ്ണം ജഗത്
സർവം അഭീക്ഷ്ണം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ജഗത് സർവം അഭീക്ഷ്ണം. ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്ത് തന്നെ, ഈ ലോകം, സർവം ഈ സകല ലോകവും, അഭീക്ഷ്ണം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, വിസ്മൃതാത്മകം വിസ്മരിക്കപ്പെട്ട ആത്മാവോടുകൂടിയിരിക്കുന്നു. നോക്കൂ, വലിയൊരു തത്വമാണ്. അഥവാ നമ്മുടെ ശരിയായ ആത്മതത്വ വിചാരം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. എന്തിനായി ഇവിടെ വന്നു എന്ന് നമുക്കറിയില്ല. ഈ പശുക്കുട്ടികൾക്കും ഗോപബാലന്മാരുമൊക്കെ ബ്രഹ്മാവിൻ്റെ മായയാൽ സത്യലോകത്തെത്തിപ്പെട്ട അവർക്കറിയില്ല അവരെന്തിനാണ് വന്നതെന്ന്. അവിടെയും ഭഗവാന്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടിരുന്നതിനാൽ കാലത്തിൻ്റെ കുത്തൊഴുക്ക് അവരറിഞ്ഞില്ല. ഒടുവിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് വീണ്ടും ഭൂമിയിലെത്തി ഭഗവാന്റെ മായയാൽ തന്നെ മുൻപ് ബന്ധിതരായിരുന്ന അവരെ മറ്റൊരു മായ കാട്ടി ബന്ധിതരായിരുന്നു എന്ന് മറപ്പിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും അവരെ സാധാരണ തലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുപോലെയാണ് നമ്മളൊക്കെയും. എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് ഈ ഭൂമിയിലേക്ക് വന്ന് വീഴുന്ന നിമിഷം മുതൽക്ക് ആ മായയാൽ മോഹിപ്പിക്കപ്പെട്ട നമ്മൾ മറന്നു പോകുന്നു. എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ജന്മമുക്തരാകുവാൻ വേണ്ടി ഓരോ ജന്മങ്ങളെടുത്ത്, കർമ്മമുക്തരാകുവാൻ വേണ്ടി കർമ്മങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട് കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ അതിനുവേണ്ടി ഭൂമിയിലേക്ക് ജന്മങ്ങൾ ഓരോരോ തരത്തിലെടുത്തുകൊണ്ട് വരുമ്പോഴും ഭൂമിയിൽ പിറന്നു വീഴുന്ന നിമിഷം മുതൽ മായയാൽ മോഹിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം മറക്കുന്നു. കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് മറക്കുന്നു. മറ്റേതോ മായയാൽ മോഹിപ്പിക്കപ്പെട്ട് ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി ഈ പ്രപഞ്ചത്തോട് തന്നെ, ഈ ജഗത്തിനോട് വല്ലാത്തൊരു മമതാബന്ധം വെച്ചു പുലർത്തി ലക്ഷ്യത്തെ മറന്ന് ലക്ഷ്യത്തിൽ നിന്നകന്ന് വീണ്ടും വീണ്ടും ഈ ജനന മരണ ചാക്രിക പ്രക്രിയയിൽപ്പെട്ട് നമ്മളങ്ങനെ സംസാരസാഗരത്തിൽ ഉഴന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. ഭഗവാന്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവർക്ക്, മായാബന്ധിതരായിട്ടുള്ള ചേതസ്സോട് കൂടിയവർക്ക് അവരെന്തെന്തിനെയൊക്കെ മറക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരെല്ലാത്തിനെയും മറക്കുന്നു. ഇത് നമ്മുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യമൊക്കെ മറന്നു പോകുന്നു. എന്തിനോ വേണ്ടി എങ്ങോട്ടേക്കോ ഉള്ള ഒരു പാച്ചിലായി ഓരോ ജന്മവും മാറുന്നു. കാരണം പോകേണ്ടത് എവിടെയെന്നറിയില്ല, ചെയ്യേണ്ടത് എന്തെന്നറിയില്ല, ചെയ്യരുതാത്തത് എന്തെന്നറിയില്ല, എങ്ങനെ ഈ ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നറിയുന്നില്ല. അങ്ങനെ മോഹിതരായി മോഹിപ്പിക്കപ്പെട്ട് അങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പറയുകയാണ് സർവം ജഗത് സർവം, ഈ സകല ലോകവും ഭഗവാനെ അവിടുത്തെ മായയാൽ ബന്ധിതമാണ്. അതിൽ നിന്ന് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും മായയിൽ നിന്നും പുറത്തു വരണമെങ്കിൽ അതിനും ഭഗവാന്റെ കൃപ കൂടിയേ കഴിയൂ. ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുകയേ നിർവാഹമുള്ളൂ. അങ്ങനെയുള്ള സുഹൃത്തികൾ വർഷത്തിൽ 365 ദിവസവും വെള്ളത്തിൽ കിടക്കുന്ന താമര ആ വെള്ളത്താൽ നനയ്ക്കപ്പെടാത്തതുപോലെ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന സുഹൃത്തികൾ ലക്ഷ്യം എന്താണെന്ന് നന്നായി ഉറയ്ക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ മായയാൽ ബന്ധിതരാവുന്നില്ല, മോഹിപ്പിക്കപ്പെടുന്നില്ല. അവര് ജന്മങ്ങളുടെ എണ്ണം കുറച്ച് വളരെ എളുപ്പം തന്നെ ഭഗവാനെ അവിടുന്നിലേക്ക് എത്തിച്ചേരുന്നു. അല്ലാത്തവരൊക്കെ വിസ്മരിക്കപ്പെട്ട ആത്മാവോടുകൂടി ഈ സംസാരസാഗരത്തിൽ വന്നു പിറന്നും മരിച്ചും വീണ്ടും പിറന്നും അങ്ങനെ ഉഴറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ ആത്മീയ വിചാരങ്ങളുടെയും
ലക്ഷ്യബോധം, ഇത് തിരിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്, എന്തിനായിട്ടാണ് ഈ ജന്മങ്ങളൊക്കെയും? ജന്മമുക്തരാകുവാൻ, കർമ്മപാശത്തിൽ നിന്നും മുക്തി നേടുവാൻ, ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് ഓരോ ജന്മവും എന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളിൽപ്പെട്ട് വല്ലാതെ നമ്മൾ മോഹിക്കപ്പെടുന്നില്ല. ഈ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം തന്നെയും ബാഹ്യപ്രപഞ്ചത്തിലുള്ള സർവവും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഭഗവാന്റെ മായയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അവയെല്ലാം അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒട്ടാൻ വരുന്നതിനെയൊക്കെയും ആ മായാബന്ധനത്തിൽ, മായയുടെ വലയത്തിൽ പെടുത്തുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിം കിം ന വിസ്മരന്തീഹ മായാമോഹിതചേതസ യന്മോഹിതം ജഗത് സർവമഭീക്ഷ്ണം വിസ്മൃതാത്മകം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. എന്നിരുന്നാലും മായാമോഹിത ചേതസ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ ജഗത് സർവം അഭീക്ഷ്ണം, അവിടെ ജഗത്ത് സർവം അഭീക്ഷ്ണം 3 വാക്കുകളാണ്. പദം പിരിക്കരുത്. വായിക്കുമ്പോൾ ജഗത് സർവം അഭീക്ഷ്ണം, മായയുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെയാണ് വിസ്മൃതാത്മകം, വിസ്മൃത ആത്മകമാണ് അകാരം നീട്ടിയെടുക്കുക, വിസ്മൃതാത്മകം. ഇനി അടുത്തത് 45-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു.